ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൗകര്യം പോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അത് ദിവസം മുഴുവൻ സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ടിഫിനായിട്ട് നമുക്ക് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് രാജ്മ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് രാജ്മ കറി വെക്കേണ്ടത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ രാജ്മ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആട്ട കുഴയ്ക്കണം. ചപ്പാത്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ആട്ട എടുത്തു കേട്ടോ. സാധാരണ ഗോതമ്പ് പൊടി. ഗോതമ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതാ 1/2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കൈ കൊണ്ട്. ആ പൊടികളും ആട്ടയും നമ്മളിട്ട മസാലപ്പൊടികളും ഓയിലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, അതുമാതിരി കുഴച്ചെടുക്കണം കേട്ടോ. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം. എപ്പോഴും നമ്മൾ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും നമ്മൾ നേരത്തെ കുഴച്ച് വെക്കണം കേട്ടോ. നേരത്തെ കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതാ നല്ല പോലെ ഞാനിങ്ങനെ ഒരു കുഴച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ രാജ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തു കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. ബാക്കിയുള്ള നമുക്ക് ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിച്ച് വേവിച്ചത്. 4 ടീസ്പൂൺ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു കുഴലുകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കുഴിയിലോ ഒരു ടീസ്പൂണോ എന്തെങ്കിലും എടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇതാ ഞാൻ നല്ല പോലെ അതിങ്ങനെ ഉടച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു സബോളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോളയും കൂടിയും ചേർത്ത് കൊടുത്തു. ആ സബോളയും കൂടിയും ചേർത്ത് എല്ലാം നല്ലപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് വീണ്ടും പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തു. പൊടികളുടെ പച്ചമണമൊക്കെ ഒരുവിധം മാറി വന്നപ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റും കൂടി ചേർക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല ഹെൽത്തി ആണല്ലോ ക്യാരറ്റൊക്കെ കൂടി ചെല്ലുമ്പോൾ. അപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന രാജ്മ ഉണ്ടല്ലോ. അപ്പോൾ രാജ്മയ്ക്ക് പകരം നമുക്ക് വല്ല കടലയായാലും കുഴപ്പമില്ല കേട്ടോ. കടലയോ പയറോ എന്ത് വേണമെങ്കിലും ആവാം. രാജ്മ കുറച്ചും കൂടി നല്ല ഹെൽത്തിയാണ്. അതിന് കിഡ്നി ബീൻസ് എന്നും കൂടി പേരുണ്ടല്ലോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ് രാജ്മ. അപ്പോൾ രാജ്മ ഉടച്ചതും കൂടി ചേർത്ത് എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ. നല്ലൊരു ഫില്ലിങ് തയ്യാറാക്കി. നല്ല ഹെൽത്തി ആയ ഒരു ഫില്ലിങ്ങാണ്. അത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ,
ആ ആട്ട നല്ലപോലെ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചു കേട്ടോ. നല്ലപോലെ സോഫ്റ്റായി കുഴച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നല്ലപോലെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ മാതിരി സാധാരണ പൊടിയിൽ മുക്കി ഒരു ചപ്പാത്തിക്ക് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സാധാരണ ചപ്പാത്തി പരത്തുന്ന മാതിരി തന്നെ ഒരു ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തു. ഈ കനത്തിലാണ് കേട്ടോ പരത്തിയത്. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ വേറെ ഒരു ചപ്പാത്തിയും കൂടിയും പരത്തിയെടുക്കാം. വേറെ ഒരു ചപ്പാത്തിയും കൂടിയും പരത്തുന്നുണ്ട് കേട്ടോ. അതാ അങ്ങനെ 2 ചപ്പാത്തി പരത്തിയെടുത്തു. അപ്പോൾ പരത്തി വെച്ച ഒരു ചപ്പാത്തിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നല്ലപോലെ ചൂടാറി കേട്ടോ. അത് അതിലേക്ക് ഒരു 1 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ നടുവിലായിട്ട് ചേർത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തു. ആ ഫില്ലിങ് നല്ലപോലെ നടുവിലായിട്ട് നല്ലപോലെ ഒന്ന് പരത്തി ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി കേട്ടോ. നല്ലപോലെ പരത്തി വെച്ചതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആ സൈഡൊക്കെ നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫില്ലിങ് പുറത്ത് വരാത്ത മാതിരി നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ് പുറത്ത് വരരുത്. നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ നടുഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്ത്. അതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ട് നീക്കിയെടുക്കാം കേട്ടോ. അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കത് അടുത്ത ചപ്പാത്തി ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ആ മാവ് നമുക്ക് കളയണ്ട. അത് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവിൽ കൂടെ തന്നെ ചേർത്ത് വയ്ക്കാം. അതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. അതുപോലെ ഞാൻ എല്ലാം അങ്ങനെ ഫില്ലിങ്ങൊക്കെ വെച്ച് എല്ലാം അങ്ങനെ പരത്തിയെടുത്തു. അതിന് ശേഷം ഒരു തവ അടുപ്പത്ത് വെച്ചു. ആ തവ ചൂടായപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊറോട്ട ഉണ്ടല്ലോ, ആ പൊറോട്ട ഒരെണ്ണം ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്ന് അടിയിലൊന്ന് വെള്ളം വലിഞ്ഞു വന്നപ്പോൾ അത് മറിച്ചിട്ടു. മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നമുക്കിങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. 2 സൈഡിലും ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് വീണ്ടും അടുത്ത സൈഡിലും നമുക്കിതുപോലെ പരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് പരട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നെയ്യിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാം. അപ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ചാൽ മതി. നെയ്യിൽ ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്താച്ചാൽ നല്ലതാണ്. ദിവസം മുഴുവൻ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കും. നല്ല ഹെൽത്തിയാണ്. 2 പുറം ഇങ്ങനെ നല്ലപോലെ നമുക്കിങ്ങനെ ഓയിൽ പരട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ചട്ടുകം വെച്ചിട്ട് നല്ല സൈഡിലൊക്കെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. 4 പുറം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ പോളയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയ നല്ലൊരു പൊറോട്ടയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. ദിവസം മുഴുവൻ സോഫ്റ്റായിട്ട് ഇരിക്കും. അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.